വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPM സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നതെന്നും ചിലത് മാറണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിവരങ്ങളുമായി ബിനോയ് ആണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ് ലഭിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബിനോയ് വിശ്വം. വിവരങ്ങൾ എങ്ങനെയാണ്? തൊട്ട് പിന്നാലെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കാര്യങ്ങളും നയവും വ്യക്തമാക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പതിവനുസരിച്ച് LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഒറ്റ പദവി മാത്രമേ ഉള്ളൂ. പക്ഷേ പരാജയത്തിന് തൊട്ടു പിന്നാലെ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഒരു ഉപപ്രതിപക്ഷ നേതാവ് കൂടി വേണം എന്നുള്ള ഒരാവശ്യമാണ്. കാരണം പ്രതിപക്ഷ നേതാവിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ഒക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ സാങ്കേതികമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരാളെ കൂടി കൊണ്ടുവരണം. അത് CPIക്ക് അർഹതപ്പെട്ടതാണ് എന്ന ആവശ്യം CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ബിനോയ് വിശ്വം തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യമാണ്, അതിൽ ഒരിക്കൽ പോലും തള്ളിക്കളയാനാകില്ല. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന CPIഎമ്മിൻ്റെ നിലപാട് ശരിക്കും സാങ്കേതികം മാത്രവുമല്ല ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി ഒളിയമ്പം തരത്തിൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് യാതൊരു കാരണവശാലും ഈ വ്യക്തിപൂജ രാഷ്ട്രീയത്തിൽ പാടില്ല, അത് അനാവശ്യമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരാളിൽ മാത്രം എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത് വലിയ തരത്തിലുള്ള പരാജയത്തിന് വഴിവെക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരാംശം. അത് CPIഎമ്മിന് നേരെ ഉയർത്തുന്ന ഒരു പരാമർശം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ CPIഎമ്മിൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പല മന്ത്രിമാർക്കും എതിരെ ഉയർന്നിട്ടുള്ളത്. ഒരാളിൽ തന്നെ എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് വലിയ തരത്തിലുള്ള ഒരു പരാജയത്തിന് വഴിവെച്ചിരിക്കുന്നു. മറ്റ് ഘടകകക്ഷികൾക്ക് കൃത്യമായി ഏതെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ വിമർശനങ്ങൾ ഉന്നയിക്കാനോ ഉള്ള ഒരു അവസരം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പലപ്പോഴും വലിയ തരത്തിലുള്ള പരാജയങ്ങൾക്ക് മുന്നിലേക്ക് ഇടതുമുന്നണി കോപ്പുകുത്തിയത് എന്നാണ് അവരുടെ അന്നത്തെ വിമർശനം. അതിനും അപ്പുറത്തേക്ക് PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIഎം എടുത്ത ഒറ്റയാൻ നിലപാട്, ആ നിലപാടിനെതിരെയുമൊക്കെ വലിയ തരത്തിൽ CPIയിൽ അന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയ അവസരം മുതലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ CPI ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പ്രധാന പദവി കൂടി വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേരുന്ന കൂട്ടുകക്ഷികളിൽ ഉപപ്രതിപക്ഷ നേതാവ് ഉണ്ട്. അതുപോലെ തന്നെ ഉപപ്രതിപക്ഷ നേതാവ് എന്ന പദവി ഇടതുമുന്നണിയിലും വേണം എന്ന ആവശ്യത്തിൽ ഇപ്പോൾ CPI ഉറച്ചു നിൽക്കുകയാണ്. ഈ ആവശ്യം തന്നെ ബിനോയ് വിശ്വവും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഒരു പക്ഷേ വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ CPIക്ക് ചില നിലപാടുകൾ ഉറച്ചു നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ CPI ഇത്തരം കാര്യങ്ങളിൽ കർശനമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതും. ഇനി അവരുടെ ദേശീയ കൗൺസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇപ്പോഴും തുടരുകയാണ്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ തന്നെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ നല്ലൊരു ശതമാനവും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി അന്തിമ തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കേരളത്തിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ്റെ പേര് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പേര് ഇതുവരെയായും ഉയർന്നു വന്നിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പിണറായി വിജയൻ്റെ പേര് തന്നെ ഉയർന്നു വന്നെങ്കിലും അത് പിന്നീട് പരിഗണിക്കാമെന്ന നിലപാടാണ് പാർട്ടി എടുത്തത്. കാരണം ആദ്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അതിനുശേഷം പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലേക്ക് നീങ്ങാം എന്നൊരു നിലപാടായിരുന്നു CPIഎമ്മും തീരുമാനിച്ചത്. എന്തായാലും CPI കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഉപപ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം വേണം, അത് കൃത്യമായിട്ടും CPIക്ക് അർഹതപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ ഇനി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം CPI ഇപ്പോൾ ഇടതുമുന്നണിയിൽ പിടിമുറുക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്.
ശരി, വ്യക്തമാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊരു വിട്ടുവീഴ്ച ഇല്ലെന്നാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. CPM സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നതെന്നും ചിലത് മാറണമെന്നുമൊക്കെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്.